ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലയൺസ് സർവീസ് വീക്കിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷനിലെ ഹരിതസേന അംഗങ്ങളെ ആദരിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ സ്ഥാപകൻ മെർവിൻ ജോസിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് സർവീസ് വാരമായി ലയൺസ് ക്ലബ്ബ് ആചരിക്കുന്നത്. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 318 കോഴിക്കോട് കോർപ്പറേഷനിലെ മുഴുവൻ ഹരിതകർമ്മസേന അംഗങ്ങളെയും ആദരിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇവർക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ സമർപ്പിച്ചു. ലയൺ 318 ഗവർണർ TK രജീഷ് അധ്യക്ഷനായ ചടങ്ങിൽ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി N സുഭാഷ് നായർ, പ്രിൻസിപ്പൽ സെക്രട്ടറി K പ്രേംകുമാർ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S ജയശ്രീ, കൗൺസിലർ SK അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. 10 കൊല്ലത്തിന് മുമ്പേ ഞങ്ങളുടെ മേഖലയിലുള്ള ചില സ്കൂളുകളും ചില പ്രദേശങ്ങളുമൊക്കെ ഏറ്റെടുത്ത് വളരെ മനോഹരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തന രംഗത്തും ലയൺസ് ക്ലബ്ബ് വളരെ മുന്നിട്ട് നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഏറ്റവും കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷമുള്ള നിമിഷമാണ്. കാരണം ഏറ്റവും അടിത്തട്ടിൽ പണിയെടുക്കുന്ന നമ്മളുടെ അറപ്പോടുകൂടി ജനങ്ങൾ കാണുന്ന വേസ്റ്റുകൾ അറപ്പില്ലാതെ എടുത്ത് ഈ നഗരത്തെ ക്ലീൻ ചെയ്യുന്ന ഹരിതകർമ്മസേനയെ നിങ്ങൾ ആദരിക്കുന്നത് എന്തുകൊണ്ടും വളരെയേറെ യാഥാർത്ഥ്യമാണ്. ഇതുപോലെയുള്ള ഈ ഹരിതകർമ്മസേനകൾ ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ 4 നിയോജകമണ്ഡലം കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഈ ഹരിതകർമ്മസേനകൾ ലയൺസ് ക്ലബിന്റെ പ്രവർത്തനത്തെ പറ്റി ആ ജനങ്ങളോട് ഇവർ പറയും. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ക്ലീൻ സിറ്റി എന്ന് അറിയപ്പെടുന്ന 4 പ്രാവശ്യമായി ക്ലീൻ സിറ്റിയായി അറിയപ്പെടുന്ന ഇൻഡോറിനെയാണ് 4 പ്രാവശ്യം തുടർച്ചയായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇൻഡോറിൽ 60 ലക്ഷം ജനങ്ങളാണ് ഇൻഡോറിലെ കോർപ്പറേഷനിൽ ഉള്ളത്. പക്ഷെ കോഴിക്കോട് കോർപ്പറേഷനിൽ വെറും 7 ലക്ഷം പേരാണ്.